ഹായ് ഗൈസ്, നമ്മളിപ്പോ എവിടേക്കാ പോണത്? ടാറ്റ പോവാണ് നമ്മൾ കേട്ടാ. ശരി ഗൈസ്, ബൈ, സീ യു ഗൈസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുള്ളുപാടം, തൃശ്ശൂർ പുള്ളുപാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 5 മണി 5:15 കൂടിയിട്ടാണ് അവിടെ എത്തിയത്. വെയിലാറിയിട്ട് എത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളവിടെ എത്തിയത് കേട്ടോ. പക്ഷേ ഗംഭീര വെയിലായിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. ഇത് അപ്പുറത്ത് വെള്ളവും ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ബോട്ടിങ്ങിനൊന്നും ഞങ്ങൾ പോയില്ല, കാരണം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണാനൊന്നുമില്ല. സഹിക്കാൻ പറ്റില്ല. പിന്നെ ദേ അവിടെ ചേട്ടന്മാർ നിന്നിട്ട് ചൂണ്ടിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചധികം ക്ഷമയോട് കൂടി നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ആ ചേട്ടന്മാർ കുറച്ചധികം നേരം നിൽക്കുന്നുണ്ടായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ വിശേഷങ്ങൾ. പിന്നെന്താ, ഞങ്ങൾ ഇതിന് മുന്നൊരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അന്ന് കുറച്ചും കൂടിയും കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സൂര്യകാന്തി തോട്ടം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ അവിടെ അങ്ങനെ എന്താ പറയുക, അതൊന്നും ഇല്ല, ഫുള്ള് നെൽപ്പാടങ്ങളാണ്. അപ്പോൾ നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിങ്ങില്ലേ, വെഡ്ഡിങ് ഷൂട്ട്, അതിനൊക്കെ പറ്റിയ ഏരിയ ആണ് കേട്ടോ. കാരണം നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അവിടെ നിന്ന് നല്ല ഫോട്ടോ ഷൂട്ടും നല്ല ക്ലാരിറ്റി ഒക്കെ കൂടിയിട്ട് എടുക്കാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഈ വെയിലുള്ളത് കൊണ്ട് കുറേ നേരം അങ്ങനെ നിന്ന് കണ്ട് ആസ്വദിക്കാനും നമുക്ക് തോന്നില്ല. പിന്നെ വെയിലാറിയിട്ടുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചതിരിഞ്ഞ് 5 മണിക്കാണ് ഈ വെയിൽ അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല, കാരണം കുഞ്ഞും ഉണ്ടല്ലോ കൂടെ, അവന് ഇനി വല്ല പനിയും ചുമയൊക്കെ വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ പ്രതീക്ഷിച്ച് അത്ര കാണാനും പിടിക്കാനൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം മീനൊക്കെ നോക്കി നിന്നു. ആ ചേട്ടൻ മീൻ പിടിക്കണതും ഇതൊക്കെ നോക്കി നിന്നു. പിന്നെ ഇതേ അപ്പുറത്തെ ഒരു ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഹരിതാപവും പ്രകൃതി രമണീയമൊക്കെ ആസ്വദിച്ചു കേട്ടോ. കാരണം ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോരണത് ശരിയല്ലല്ലോ. ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് നമുക്കിങ്ങനെ നടന്ന് കാണാൻ പറ്റിയ ഏരിയയാണ് കേട്ടോ. അതായത് ഇങ്ങനെ വരമ്പക്കത്തോടൊക്കെ നടക്കാൻ വേണ്ടി ചെറിയൊരു പാലം പോലെയൊക്കെ ഉണ്ട്, അതിന്മേൽക്കൂടെയൊക്കെ കയറി ഇങ്ങനെ നോക്കി നിൽക്കാം. അങ്ങനെ കുറച്ച് നടന്ന് കാണാനൊക്കെയുള്ള ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം റിലാക്സ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം ഫാമിലിയുടെ ഒപ്പം, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വരണമെങ്കിൽ അങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി കുറച്ചൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം കേട്ടോ. ഞങ്ങളവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ കണ്ടുപിടിച്ചിട്ട് ക്യാമറയിലോട്ട് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെന്താ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമാണല്ലോ. അങ്ങനെ കാണാനൊക്കെ നല്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ പുള്ളുപാടം കണ്ടില്ലേ. അപ്പോൾ അതേ അവിടെ കുറച്ച് തട്ടുകട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ വൈകുന്നേരമായാലോ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ചായ കുടിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും ബജിയൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുവിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, കൊക്ക് ഇരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ. എവിടെ ഇങ്ങനെ കാണാനില്ലല്ലോ. എല്ലാവർക്കും സുഖാണോ? ഇങ്ങനെ സുഖാണോ? ബൈ. കഴിഞ്ഞാ? ഓക്കെ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.